ശ്രീ ജി വി ഹരി, കിഫ്ബി പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് BJP പറയുന്നത്. ഈ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള നടപടികളുമൊക്കെ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാനാകുമോ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്തിമമാണോ കരടാണോ എന്ന കാര്യത്തിൽ അദ്ദേഹം കള്ളമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആശയക്കുഴപ്പം ഉണ്ടായതാണോ എന്ന കാര്യത്തെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ ഈ കിഫ്ബി കുഴപ്പം പിടിച്ചതാണ്, അത് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്, ആവശ്യമില്ലാത്തതാണ്, ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തത്, വികസനത്തിന് ഫണ്ട് ശേഖരിച്ചത് എന്ന അഭിപ്രായം കോൺഗ്രസും പങ്കുവെക്കുമോ BJPയെ പോലെ? കേരളത്തിലെ ജനങ്ങൾക്ക് ഹിതകരമാകുന്ന ഗുണകരമാകുന്ന വികസന പദ്ധതികൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനകത്ത് ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമേ പറയുന്നത്, ഇപ്പോൾ മാത്രമല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആദ്യമേ പറയുന്നത് കിഫ്ബി ഒരു വെള്ളയനയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അത് പറയാനുള്ള കാരണമുണ്ട് സനീഷേ. പ്രധാനമായിട്ടും ഇവരുടെ പറയുന്ന ഇതുവരെയുള്ള കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ കണക്കുകൾ വെച്ച് പറയാം. ശ്രീ നൌഷാദ് അതിന് മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണക്കുകൾ പറയാം. ഇതിനോടകം ആകെ കിഫ്ബി സമാഹരിച്ചത് 16,000 കോടി രൂപയാണ്. ഇത് എൻ്റെ കണക്കല്ല കേട്ടോ, കേരളത്തിൻ്റെ ബഹുമാനായ ധനവകുപ്പ് മന്ത്രിയുടെയും കിഫ്ബിയുടെയും കണക്കാണ്. 16,000 കോടി രൂപ സമാഹരിച്ച കിഫ്ബി 6,000 കോടി രൂപ ചെലവഴിച്ചു. ബാക്കി അവരുടെ കൈവശം 10,000 രൂപയുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ 60,000 രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് മാതൃഭൂമിയിൽ എഴുതിയൊരു ലേഖനം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയാൽ 2030 ആകുമ്പോഴേക്കും 93,000 കോടിയുടെ തിരിച്ചടവുണ്ടാകും എന്നുള്ളതാണ്. സനീഷെ, ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ? ഞങ്ങളിത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാനുള്ള കാര്യം എന്താ? ഇപ്പം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് 2,150 കോടിയിൽ പരം രൂപ സമാഹരിച്ചുകൊണ്ട് മസാല ബോണ്ടിലൂടെ. ഇത് സമാഹരിച്ചപ്പോൾ ഉണ്ടാകുന്ന ഭരണഘടനാപരമായ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഫ്ബി ഒരു കമ്പനിയാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയാണെന്ന് ഇന്നിപ്പോൾ കൈരളി ചാനൽ വൈകുന്നേരം പറയുന്നു. പക്ഷേ ഇവിടെനകത്ത് കോർപ്പറേറ്റ് കമ്പനി ആയിട്ടുള്ള കിഫ്ബിക്ക് അതിനകത്തുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളോഹരി കടമുള്ള 2 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം വെസ്റ്റ് ബംഗാളും 2ാം സ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നിലവിൽ എനിക്കും താങ്കൾക്കും സ്റ്റേറ്റിൻ്റെ കടമെന്ന് പറയുന്നത് എൻ്റെയും താങ്കളുടെയും ചുമലിൽ, അല്ലെങ്കിൽ ശ്രീ നൌഷാദ് അടക്കമുള്ള ആളുകളുടെ തലയിലുള്ളത് 70,000 രൂപയാണ്. പെർ ഹെഡ് കടം ഡെപ്റ്റ് എന്ന് പറയുന്നത് 70,000 രൂപയാണ്. ആ 70,000 ഞാൻ പറഞ്ഞ കണക്കല്ല, 2018 ബജറ്റ് അതിൻ്റെ രേഖ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 70,000 രൂപയാണ്. ഇത് കിഫ്ബിയിലെ കടം നോക്കിയിട്ടല്ല. 50,000 കോടി രൂപയുടെ, അല്ലെങ്കിൽ ഇന്നലെ 57,000 എന്നാണ് മന്ത്രി പറഞ്ഞത്, 57,000 കോടി രൂപയുടെ പദ്ധതിയുടെ കടം ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അത് കൂടാതെയാണ് 70,000 രൂപയുടെ ആളോഹരി കടം ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 9.73% പലിശയേക്കാൾ കുറവിൽ പണം കിട്ടുന്ന വായ്പ കിട്ടും എന്നിരിക്കെ എന്തിനാണ് ഇത്തരത്തിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്? അവിടെ ശ്രീ ജി വി ഹരി അദ്ദേഹം വിശദമായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആണെങ്കിലും വാർത്താ സമ്മേളനത്തിലൂടെ ആണെങ്കിലും ഒക്കെ മറുപടി നൽകുന്നുണ്ടല്ലോ ഡോക്ടർ തോമസ് ഐസക്. അതായത് ഈ പറയുന്ന പലിശ എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും ഇറങ്ങിയും ഒക്കെ ഇരിക്കും. ചില ആന്ധ്രയിലെ ചില കോർപ്പറേറ്റുകളുടെ ചില ലോണിൻ്റെ കാര്യവുമൊക്കെ ആയിട്ട് അദ്ദേഹം ചില കണക്കുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല. അവർക്ക് ഇതേക്കാൾ കൂടിയ പലിശ നിരക്കിൽ സംഗതികൾ വായ്പ എടുത്തിട്ടുണ്ട്. ഈ ചില കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കമുള്ളവ ഈ പറയുന്ന മസാല ബോണ്ടിലൂടെ തന്നെയും പണം സ്വരൂപിച്ചിട്ടുണ്ട്. നമ്മുടെ വികസന പരിപാടികൾക്ക് പണം സ്വരൂപിക്കുന്നത് എന്ത് പിശകാണുള്ളത് എന്ന ചോദ്യം അദ്ദേഹം നിലനിൽക്കുകയില്ലേ? അതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് CAGക്ക് എഴുതി വെക്കാനാവുക? ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ ഇതേ നിലക്ക് തന്നെ വിദേശ ധനസമാഹരണം നടത്തുമ്പോൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അതിനുള്ള കൃത്യമായ മറുപടി ഇതാണ്. താങ്കൾ പറഞ്ഞതുപോലെ വികസന ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് NTPC അതോടൊപ്പം തന്നെ ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെ തന്നെ പണം സമാഹരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവർക്കാണ്. കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ആ കോർപ്പറേറ്റ് ബോഡിയേക്കാൾ പ്രധാനം സർക്കാരുകൾക്കാണ് എന്ന് പറഞ്ഞാൽ എൻ്റെയും താങ്കളുടെയും ചുമലിൽ ആണ് വരുന്നത്. മറ്റതങ്ങനെയല്ല. മറ്റത് ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അതത് കമ്പനികൾക്കാണ്. ഇവിടെ കിഫ്ബിക്ക് അതിനകത്ത് കൊടുത്തിട്ടില്ലല്ലോ. കിഫ്ബിക്ക് പകരം കിഫ്ബിക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത്
നിൽക്കുന്നത്, സോവറിൻ ഗ്യാരണ്ടി നിൽക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും ഇതിനകത്ത് ബാധ്യത ഉണ്ടാകും. ആ ബാധ്യത പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഞെട്ടിക്കുന്ന ചിലവാണ്. ഇവിടെ 2019 പരസ്യ ചെലവ് 74 ലക്ഷം രൂപയാണ്. 2020 31/3/2020 വരെയുള്ള പരസ്യം കൊടുത്തതിന്റെ പണം എത്രയാണെന്നറിയാമോ? 25.33 കോടിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്? ഇത്തരത്തിൽ പണം ചെലവാക്കുമ്പോൾ, ഓരോ പണവും നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മുണ്ട് മുറുക്കി ഉടുക്കണം ഈ കോവിഡ് കാലത്തെന്ന് മന്ത്രി ഒരു വശത്ത് പറയുകയും മറുവശത്ത് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാ? 3.32 ലക്ഷം രൂപയാണ്. എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം. അതിന് മുമ്പ് രണ്ടുപേരിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഇടപെടാം.